ബോധം വീണപ്പോൾ ഞാൻ പാലായിലെ സർക്കാർ ആശുപത്രിയിലായിരുന്നു. അവിടെ പോലീസുകാർക്കൊപ്പമുണ്ടായിരുന്ന കള്ളൻ കോലപ്പൻ പറഞ്ഞാണ് ബോധം മറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. അയാൾ എൻ്റെ കൂടെ അവിടെ ലോക്കപ്പിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അയാളുടെ ബയനറ്റ് തോക്കിൽ ഫിറ്റ് ചെയ്തിട്ട് ബയനറ്റും കൂടെ വെച്ചിട്ടൊരു കുത്താണ്. ക്രൂരമർദ്ദനം നിമിത്തം അർദ്ധബോധാവസ്ഥയിലായിരുന്ന എൻ്റെ ഉള്ളം കാലിലേക്ക് തോക്കിൽ ഉറപ്പിച്ച ബയണറ്റ് കുത്തിക്കയറ്റിയപ്പോൾ എനിക്ക് പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ടു. അന്നത്തെ പാലാ എസ്.ഐ. ഇടിയൻ നാരായണപിള്ളയാണ് എന്നോട് ഈ ക്രൂരത ചെയ്തത്. ബോധം നഷ്ടപ്പെട്ട് മൃതശരീരം പോലെ രക്തത്തിൽ കിടന്നിരുന്ന എൻ്റെ ശരീരം അവിടെയുണ്ടായിരുന്ന 2 കള്ളന്മാരുടെ സഹായത്തോടെ ലോക്കപ്പിൽ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടു. തുടർന്ന് മരിച്ചു എന്ന് കരുതി എൻ്റെ ശരീരം ജീപ്പിലേക്ക് എടുത്തിട്ട് പാലായിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് തിരിച്ചു. 2 കള്ളന്മാരെയും സഹായത്തിനായി പോലീസുകാർ കൂട്ടി. പാലായിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്കുള്ള ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ എറിയാനുള്ള ശ്രമമായിരുന്നു അത്. അക്കാലത്ത് ഇതെല്ലാം സർവ്വസാധാരണമായിരുന്നു. വഴിമധ്യേ അയാൾ ശ്വാസം വലിക്കുന്നുണ്ട്, അതിനാൽ കുറ്റിക്കാട്ടിലെറിയാൻ ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന കള്ളൻ കോലപ്പന്റെ നിർബന്ധത്തിന് വഴങ്ങി തിരികെ പാലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ദേശസ്നേഹികളായ ചില ഡോക്ടർമാർ പോലീസുകാരെ ശകാരിച്ച് 2 പേരെ മാത്രം ആശുപത്രിയിൽ നിൽക്കാൻ സമ്മതിച്ച് മറ്റുള്ളവരെ പറഞ്ഞുവിട്ടു. ബോധം വീണ എന്നോട് ബയണറ്റ് കൊണ്ട് കുത്തേറ്റ എൻ്റെ കാല് നിലത്ത് കുത്താൻ ചുരുങ്ങിയത് 9 മാസമെങ്കിലും വേണ്ടിവരുമെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ചികിത്സയുടെ ഫലം കണ്ടു തുടങ്ങി. എന്നെ എൻ്റെ ഒളിസങ്കേതമായ പൂഞ്ഞാറിൽ നിന്നും 1946 ഒക്ടോബർ 28-നായിരുന്നു അറസ്റ്റ് ചെയ്തത്. വയലാർ വെടിവയ്പ്പിന്റെ പിറ്റേന്ന്. ഞാൻ ഒളിവിലിരുന്ന ചെറ്റക്കുടിൽ പോലീസ് അരിച്ചുപെറുക്കി. അവർക്ക് ഏതാനും ചില തുണ്ട് കടലാസുകളൊക്കെ കിട്ടി. ഈ പ്രശ്നങ്ങളുടെയൊക്കെ സൂത്രധാരൻ ഞാനാണെന്ന ധാരണയിലെത്തിയ അവർ എന്നെ ജീപ്പിലേക്ക് കയറ്റി പാലാ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഈരാറ്റുപേട്ട പോലീസ് ഔട്ട് പോസ്റ്റിൽ എത്തിയപ്പോൾ ആദ്യം ഇങ്ങോട്ട് വന്നിട്ട് 2 ചെവിക്കും അടയ്ക്കും, എന്നിട്ട് കുനിച്ചു നിർത്തും, എന്നിട്ട് മുതുകിനിടിക്കും. ഇതൊക്കെയാണ് ആദ്യം മർദ്ദനം. അവിടെ നിന്ന് തുടങ്ങിയ മർദ്ദനം പാലാ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷവും തുടർന്നു. KV പത്രോസ് എവിടെ, കൃഷ്ണപിള്ള എവിടെ, EMS എവിടെ എന്നൊക്കെയായിരുന്നു ചോദ്യം. ഉത്തരം കിട്ടാതെ വന്നപ്പോൾ ക്രൂരമർദ്ദനം. ആദ്യത്തെ ദിവസം തന്നെ ഈ നടുവിനൊരു ചവിട്ട്, ഒരു ഇൻസ്പെക്ടറുടെ ചവിട്ട്, ഇടിയനാരായണയുടെ ചവിട്ട് തന്നെ ഉണ്ടതിൻ്റെ ഫലമായി മൂത്രം പോകാതെ വന്നു. ഈ നടുവിൻ്റെ ഇവിടെ അവരുടെ ഈ വട്ടത്തിലുള്ള എൻ്റെ ഇതുകൊണ്ട്. എന്നിട്ട് ഇയാളാണ് തടവി മൂത്രം തടവ് കൊണ്ടാണ് ആ മൂത്രം പോകാൻ തുടങ്ങിയത്. പിന്നെ 2 ദിവസം മൂത്രം ഒഴിക്കാൻ കഴിഞ്ഞില്ല. അതല്ല, അങ്ങനെയുള്ള ശുശ്രൂഷയും അങ്ങനെയുള്ള ഇതും വളരെ അടുപ്പായിരുന്നു കൊലപ്പുരമായിട്ട്. ഇതിനിടെ ആലപ്പുഴയിൽ നിന്ന് CID-മാരടക്കം ഒരു സംഘം പോലീസുകാരെത്തി. അവരും കൊടിയ മർദ്ദനം തുടർന്നു. സ്റ്റേഷൻ്റെ വാതിലിലെ ഇങ്ങനെയുള്ള ഇരുമ്പ് പാട്ടയിട്ടിട്ട് ഇടയ്ക്ക് കാറ്റ് കയറാവുന്ന വിധത്തിലാണല്ലോ. അതിനിടയിൽ കൂടെ കാലങ്ങോട്ട് പുറത്താക്കും. കാലിൻ്റെ പത്തി പുറത്താക്കിയതിന് ശേഷം കാലിൻ്റെ പൊത്തിയുടെ കുറുക്കെ ലാത്തി ഇട്ട് അടിച്ചിട്ട് താഴെ മുതൽ ലാത്തി വെച്ചിട്ട് കെട്ടിയിട്ട് കാലിങ്ങോട്ട് വലിച്ചാൽ പോരാത്ത വിധത്തിൽ കെട്ടിയിട്ട് കാലിൻ്റെ വെള്ളയ്ക്ക് അടിക്കുകയാണ് ചൂരിലുകൊണ്ട്. ഞാനൊന്നും തന്നെ പറഞ്ഞില്ല. മെല്ലെ എൻ്റെ ബോധം മറയുകയായിരുന്നു. പൂഞ്ഞാറിൽ ഞാൻ മുൻപും ഒളിവിലിരുന്നിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന KV പത്രോസിന്റെ നിർദ്ദേശം കിട്ടിയതനുസരിച്ച് ഞാൻ പൂഞ്ഞാറിൽ നിന്നും ആലപ്പുഴയിലെത്തിയതാണ്. അപ്പോൾ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നരനായാട്ട് നടക്കുകയായിരുന്നു. കളർകോട്, പുന്നപ്ര ഭാഗത്ത് പോലീസ് അതിക്രമങ്ങൾ അതിശക്തമായപ്പോൾ അതിനെ നേരിടാൻ പാർട്ടി നിരവധി ക്യാമ്പുകൾക്ക് രൂപം നൽകി.
പാർട്ടി ബന്ധമുള്ള പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞു പോന്നവരെ കൊണ്ട് പരിശീലനവും ബോധവൽക്കരണവും നടക്കുകയായിരുന്നു. കവുങ്ങ് നാലായി കീറി ഉണ്ടാക്കുന്ന വാരിക്കുന്തം കൊണ്ടുള്ള പരിശീലനമായിരുന്നു പ്രധാനം. ഒരു ക്യാമ്പിൽ 300 മുതൽ 400 വരെ ജനങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പുന്നപ്രയിലെ 2 കളർകോടുള്ള 1 അടക്കമുള്ള ക്യാമ്പുകളുടെ ചുമതല എനിക്കായിരുന്നു. ഇതിനിടെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ തിരുനാളായി. തുലാം 7 എന്ന ഒക്ടോബർ 23. പുതുതായി തുറന്ന പോലീസ് ക്യാമ്പുകൾ അടച്ചു പൂട്ടണമെന്ന ആവശ്യവുമായി പോലീസ് ക്യാമ്പുകളിലേക്ക് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ഞങ്ങൾ നീങ്ങി. ഒരു ബാച്ച് പുന്നപ്രയിലെ പോലീസ് ഔട്ട് പോസ്റ്റിലേക്ക് ഞാൻ നയിച്ചു. ഇടയ്ക്ക് വെച്ച് KV പത്രോസിന്റെ നിർദ്ദേശവുമായി ഒരാൾ എന്റെ അടുക്കലെത്തി. നേരത്തെ തന്നെ അറസ്റ്റ് വാറണ്ടുള്ള എനിക്ക് പിൻവലിയേണ്ടി വന്നു. പോലീസുമായി ഏറ്റുമുട്ടിയ വോളണ്ടിയർമാർ SIയുടെ തലവെട്ടി. 8ഓളം പോലീസുകാരെ കൊന്നു. പോലീസുകാർ 50ഓളം തൊഴിലാളികളെ വെടിവെച്ച് താഴെയിട്ടു. എന്നെ ഒരു വഞ്ചിയിൽ കോട്ടയത്തേക്കും അവിടെ നിന്ന് പൂഞ്ഞാറിലേക്കും അയച്ചു. അവിടെ എത്തിയ എന്നെ നേരത്തെ ഒളിവിൽ താമസിച്ചിരുന്നപ്പോൾ തന്നെ സംശയിച്ചിരുന്ന പോലീസ് ദിവസങ്ങൾക്കകം അറസ്റ്റ് ചെയ്തു. 3ാമത്തെ ദിവസം അവർ എന്നെ പിടിച്ചു. കാരണം ഞാൻ ആദ്യം വന്ന് ഈ പുനഃസംഘടനാ പ്രവർത്തനങ്ങളിലെല്ലാം നടത്താൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ നിന്ന് ആരോ ഒരാൾ വന്നിട്ടുണ്ട് എന്നവിടെ CID മണത്തറിഞ്ഞിരുന്നു. ആൾ പിന്നെയും വരും. പിന്നെയും പുന്നപ്ര വയലാർ സമരം കഴിഞ്ഞല്ലോ. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പുന്നപ്രയിലെ സംഭവമാണ് CP രാമസ്വാമിയെ ഞെട്ടിച്ചത്. പൂഞ്ഞാറിൽ രാത്രികാലങ്ങളിൽ തൊഴിലാളികൾക്കായി പാർട്ടി ക്ലാസുകൾ നടത്തുമായിരുന്നു. എന്നാൽ കുട്ടനാട്ടെ ചെറുകര എന്ന സ്ഥലത്തായിരുന്നു ഞാൻ അധികവും ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പൂർണ്ണമായും ദ്വീപായിരുന്നതിനാൽ പോലീസിന് തൊഴിലാളികളുടെ കണ്ണുവെട്ടിച്ച് അവിടെ എത്തിച്ചേരാൻ അത്ര എളുപ്പമായിരുന്നില്ല. രാത്രികാലങ്ങളിൽ പഠന ക്ലാസുകളും ചർച്ചകളുമൊക്കെയായി 4.5 വർഷത്തെ എന്റെ ഒളിവ് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അവിടെ ചെലവഴിച്ചു. ഇക്കാലത്തും കയ്യിൽ കിട്ടുന്നതെല്ലാം ഞാൻ വായിക്കുമായിരുന്നു. കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് നീക്കങ്ങൾ എനിക്ക് വലിയ ആവേശം പകർന്നു. അക്കാലത്ത് ചെറുകര എന്ന പ്രദേശം പരമദരിദ്രമായിരുന്നു. പട്ടിണിയും രോഗങ്ങളും മൂലം ജനം നന്നേ വലഞ്ഞിരുന്ന കാലം. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവരിൽ ഒരാളായി ഞാനും കഴിഞ്ഞു. രാവിലെ പുഴയിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ കഴുകിയിരുന്ന എന്റെ വസ്ത്രങ്ങൾ ഉണങ്ങുന്നതുവരെ ഞാൻ വെള്ളത്തിൽ കിടക്കുമായിരുന്നു. കഷ്ടപ്പാടുകൾ എന്നും എനിക്ക് കൂടപ്പിറപ്പായിരുന്നു. 1923 ഒക്ടോബർ 20 ജനിച്ച എനിക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ നഷ്ടപ്പെട്ടു. വസൂരി പിടിപെട്ട അമ്മയെ ശുശ്രൂഷിക്കാൻ ഒരാളെ ഏർപ്പാടാക്കി ഞങ്ങൾ 4 മക്കളെയും കൂട്ടി അച്ഛൻ ശങ്കരൻ ഞങ്ങൾ അപ്പച്ചിയെന്ന് വിളിക്കുന്ന അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. അമ്മയെ കാണാനായി പാടവരമ്പത്ത് കുറേ നടന്നുപോയി. ആ കുടിലിനെ നോക്കി നിന്ന് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ആ ഓർമ്മകൾ മനസ്സിനെ വല്ലാതെ ഇന്നും നൊമ്പരപ്പെടുത്തുന്നു. പറവൂർ സ്കൂളിലാണ് എന്റെ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. അച്ഛൻ എന്നെ 2ാം ക്ലാസ്സിലും അനുജൻ പുരുഷോത്തമനെ 1ലും ചേർത്തു. അന്ന് പറവൂർ സ്കൂളിൽ 3ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് കളർകോട് സ്കൂളിൽ പോയി 4ാം ക്ലാസ്സിൽ ചേർന്നു. അക്കാലത്ത് ജാതി തിരിവും ഉച്ചനീചത്വവുമൊക്കെ കൊടികുത്തി വാഴുന്ന പ്രദേശമായിരുന്നു കളർകോട്. ഒരിക്കൽ 8-10 കുട്ടികൾ എന്നെ വളഞ്ഞു. നീ എന്നാ മജിസ്ട്രേറ്റാകാൻ പഠിക്കാൻ വന്നിരിക്കാനോടാ എന്ന് ചോദിച്ച് എന്നെ തള്ളി താഴെയിട്ടു. ചാടി എണീറ്റ ഞാൻ തിരിച്ചവരെ തള്ളി. ചിലരൊക്കെ വീണു. ഇക്കാര്യം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഒരു പിടിയുള്ള അരഞ്ഞാണം പണിയിച്ചു തന്നു. അരയിൽ നിന്നും എളുപ്പം ഊരിയെടുക്കാവുന്ന രീതിയിലുള്ളത്. വീണ്ടും അക്കൂട്ടർ ഒരു ദിവസം എന്നെ വളഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് പ്രയോഗിച്ചു. ഒരിക്കലേ വേണ്ടി വന്നുള്ളൂ. അവർ സ്ഥലം വിട്ടു. തുടർന്ന് ഹെഡ്മാസ്റ്റർ പരമേശ്വരൻ പിള്ള സാർ ഇടപെട്ട് അടിയുണ്ടാക്കാൻ വന്നവരെ ശാസിച്ചു. കളർകോട് സ്കൂളിൽ 4ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് പുന്നപ്ര സ്കൂളിൽ ചേർന്നു. അവിടെ പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ മരണം. ഞങ്ങൾ ഏതാണ്ട് അനാഥരായി.
പഠിക്കുന്നതിന് ചെലവുണ്ട്. എൻ്റെ പഠനം അധികം മുന്നോട്ട് പോയില്ല. 7ാം ക്ലാസ്സിൽ അത് നിർത്തേണ്ടി വന്നു. താമസിയാതെ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ സഹായിയായി അദ്ദേഹത്തിന്റെ തയ്യൽ കടയിൽ കൂടി. ഇക്കാലത്ത് അതിരാവിലെ തന്നെ ഞങ്ങളുടെ വീടിന്റെ മുൻവശത്തുകൂടി പാടത്തേക്ക് പണിക്കായി പോകുന്ന തൊഴിലാളികളുമായി ഞാൻ ചങ്ങാത്തത്തിലായിരുന്നു. അവർ രാവന്തിയോളം പണിയെടുത്താൽ പോലും കുടുംബം പുലർത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ജന്മികളായിട്ടുള്ളവർ ഈ പാവങ്ങളെ കൊണ്ട് കഠിനമായി പണിയെടുപ്പിച്ച് വൻ ലാഭം നേടും. ശരിയായ കൂലി കിട്ടാതെ തൊഴിലാളികൾ എന്നും പട്ടിണിയിലും. ഇക്കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാർഷിക രംഗത്ത് മാത്രമല്ല, മിക്കവാറും എല്ലാ മേഖലകളിലും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന മുതലാളിമാരുടെ കാലമായിരുന്നു അത്. തയ്യൽക്കടയിൽ ജ്യേഷ്ഠനെ സഹായിച്ചുകൊണ്ടിരുന്ന കാലത്ത് പല ദിവസങ്ങളിലും പഴയ സഹപാഠികൾ എൻ്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു. നാട്ടിലുണ്ടാകുന്ന പല കാര്യങ്ങളും അവരുമായി ചർച്ച ചെയ്യുമായിരുന്നു. ഇതിനിടെ അവരിൽ പലരും ഫാക്ടറി ജോലിക്കാരായി മാറിയിരുന്നു. സി കേശവൻ, പട്ടം താണുപിള്ള, ടി.എം. വർഗീസ് എന്നിവർ ചേർന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് രൂപം നൽകിയപ്പോൾ ആലപ്പുഴയിൽ കുട്ടനാട് രാമകൃഷ്ണപിള്ളയായിരുന്നു പ്രസിഡന്റ്. ഞാനും സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു. വൈകിട്ട് കടയിൽ വരുന്ന സഹപാഠികളുമായി കോൺഗ്രസിന്റെ പ്രക്ഷോഭ പരിപാടികളെപ്പറ്റിയും മറ്റും ചർച്ച ചെയ്യുമായിരുന്നു. ഈ ചർച്ചകൾ ദേശീയ രാഷ്ട്രീയത്തെപ്പറ്റിയും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെപ്പറ്റിയും മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചു. ന്യായമായ കൂലി വർധന, തൊഴിൽ സ്ഥിരത, ഉത്തരവാദിത്വ ഭരണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് 1938 കയർ ഫാക്ടറി തൊഴിലാളികൾ സമരം ആരംഭിച്ചു. ഉത്തരവാദിത്വ ഭരണം കൂടി ആവശ്യമായുള്ളതിനാൽ തിരുവിതാംകൂർ ഭരണകൂടം ഈ സമരത്തെ എതിർത്തു. ഈ പണിമുടക്ക് വെടിവയ്പ്പിലും തുടർന്ന് വാടാപ്പുറം ബാവാമൂപ്പന്റെ മരണത്തിലും കലാശിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന പി കൃഷ്ണപിള്ള അടക്കമുള്ളവരുമായി അധികാരികൾക്ക് ഒത്തുതീർപ്പിന് തയ്യാറാകേണ്ടി വന്നു. സമരം വിജയിച്ചു. ഫാക്ടറി പ്രവേശിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് പി കൃഷ്ണപിള്ള, ആർ സുഗതൻ, കെ ഗോവിന്ദൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഒരു മാസം നീണ്ടു നിൽക്കുന്നൊരു ക്ലാസ് യങ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ പി കൃഷ്ണപിള്ള പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ, പി എൻ കൃഷ്ണപിള്ള ട്രേഡ് യൂണിയൻ്റെ അന്നത്തെ അവിടുത്തെ ആലപ്പുഴ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റ് എന്നുള്ളതിൽ, ആർ സുഗതൻ സെക്രട്ടറി എന്നുള്ളതിൽ, പിന്നെ അതേപോലെ തന്നെ കെ ഗോവിന്ദൻ ലേബർ അസോസിയേഷൻ്റെ ആദ്യം ആലപ്പുഴ രൂപവത്കരിക്കുന്നത് ലേബർ അസോസിയേഷനായിരുന്നു, അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് യങ് വർക്കേഴ്സിനെ പുതുതായിട്ടുള്ള ലീഡേഴ്സായിട്ട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്, ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് സംഘടിപ്പിച്ചു. അതിൽ ഞാനും പിന്നെ പങ്കെടുത്തു. തൊഴിലാളികൾക്ക് എന്തിനാണ് ട്രേഡ് യൂണിയൻ? സ്വാതന്ത്ര്യ സമരത്തിൽ തൊഴിലാളി വർഗത്തിന്റെ പങ്കെന്ത്? തൊഴിലാളി വർഗത്തിന് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമുണ്ടോ എന്നീ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതായിരുന്നു അത്. ഞാനും ഈ പഠന ക്ലാസ്സിൽ കാര്യമായി പങ്കെടുത്തു. ഇത്തരുണത്തിൽ 1940 എൻ്റെ 17ാം വയസ്സിൽ ഞാനൊരു ഫാക്ടറി തൊഴിലാളിയായി ആസ്പിൻവാൾ കമ്പനിയിൽ ജോലിക്ക് കയറി. കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായി. ആസ്പിൻവാൾ കമ്പനിയിലെ ആദ്യം ഈ ടെൻറ്റ്, പട്ടാളക്കാർക്ക് ഉള്ള ടെൻറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻറ്റിൻ്റെ ഭാഗങ്ങൾ കൂട്ടിത്തയ്ക്കുക തുടങ്ങിയിട്ടുള്ളതായിരുന്നു. പിന്നീട് കയർ ഫാക്ടറി, കയറിൻ്റെ അത് ജോലിയിൽ തന്നെ തടുക്കും പായുമൊക്കെ തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ജോലികളിൽ ഏർപ്പെടുകയായിരുന്നു. ഇതിനിടെ നിയമവിരുദ്ധമാക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് അംഗത്വം ലഭിക്കുന്നു. അക്കാലത്ത് ഇതത്ര എളുപ്പമായിരുന്നില്ല. പാർട്ടി ഓഫീസ്, കയർ ഫാക്ടറി യൂണിയൻ ഓഫീസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തനം ആരംഭിച്ചു. ഇതിനിടെ ആസ്പിൻവാൾ കമ്പനിയിലെ ട്രേഡ് യൂണിയൻ നേതാവായി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 1943 എൻ്റെ 20ാം വയസ്സിൽ പാർട്ടിയുടെ 1ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നപ്പോൾ ഞാനതിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ ആദ്യമായി ഖാട്ടെ, സുന്ദരയ്യ, EMS എന്നിവരെ കാണുന്നത്. പി കൃഷ്ണപിള്ളയെ എനിക്ക് നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു.
തുടർന്ന് പ്രവർത്തകരെ കാണാനായി ആലപ്പുഴയിലെത്തിയ കൃഷ്ണപിള്ള എന്നോട് ഒരു മുഴുവൻ സമയ തൊഴിലാളി പ്രവർത്തകനായിക്കൂടെ എന്ന് ചോദിച്ചു. ഇതിനായി ജോലി വേണ്ടെന്ന് വയ്ക്കണം. ഫാക്ടറി പണിയൊക്കെ നിർത്തി യൂണിയൻ പ്രവർത്തനത്തിന് പോകുന്നതിന് ജ്യേഷ്ഠനെതിരായിരുന്നു. കുട്ടനാട്ടിലെ കാർഷിക മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിച്ച എന്റെ കൂടെ മറ്റ് 6 പേരെ കൂടി തെരഞ്ഞെടുത്തയച്ചു. തൊഴിലാളികളെ ബോധവൽക്കരിച്ച് കർഷക സംഘവും കർഷക തൊഴിലാളി സംഘടനയും കെട്ടിപ്പടുക്കുക, രാജവാഴ്ചയ്ക്കെതിരെ പൊരുതാൻ തൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്നിവയായിരുന്നു എന്റെ ചുമതല. കർഷക തൊഴിലാളികളുമായിട്ടുള്ള അടുപ്പം വിലയിരുത്തിയാണ് കൃഷ്ണപിള്ള ഈ ചുമതല എനിക്ക് നൽകിയത്. പട്ടിണിയും കഷ്ടപ്പാടുകളും സഹിക്കാനാവാതെ കൂടെ വന്ന 6 പേരും തിരികെ പോയി. എനിക്ക് വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും നാളുകളായിരുന്നു അത്. കഠിനമായിരുന്നു ആ പണി. പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത കർഷക തൊഴിലാളികളെ നിങ്ങളാണ് ഈ നാടിനെ തീറ്റിപ്പോറ്റുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നന്നേ പണിപ്പെട്ടു. ചിലരൊക്കെ എന്നെ ഒരു ശത്രുവായി കണ്ടു. തമ്പ്രാനുമായുള്ള ബന്ധം ഇല്ലാതാക്കാൻ വന്നിരിക്കുന്ന ഒരു തൊഴിലും ഇല്ലാത്ത ആളാണ് ഞാനെന്ന് അവർ വിചാരിച്ചു. കർഷക തൊഴിലാളികൾ പകൽ മുഴുവൻ പണിയെടുത്താലും 2 ഇടങ്ങഴി നെല്ലായിരുന്നു കൂലി. മുതലാളിമാർ അളവിൽ പോലും കൃത്രിമം കാണിച്ച് തൊഴിലാളികളെ പറ്റിക്കുകയായിരുന്നു. ഇക്കാര്യം തൊഴിലാളികളുമായി സംസാരിക്കുമ്പോൾ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തി അവർ എന്റെ കണ്ണുകളിലേക്ക് നോക്കുമായിരുന്നു. ജീവിക്കാൻ ആവശ്യമായ കൂലിയും ജോലി സമയത്തിന് ഒരു വ്യക്തതയും വേണമെന്ന ആഗ്രഹമുള്ളവരായിരുന്നു മിക്കവരും. മുതലാളിമാർ കൂലി കൊടുക്കാനായി മുദ്രപാത്രമല്ല, അളവ് പാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ അവരോട് പണി കഴിഞ്ഞ് കൂലി തരേണ്ട സമയമാകുമ്പോൾ കള്ള അളവ് പാത്രം പിൻവലിക്കുക, ശരിയായ അളവ് പാത്രത്തിൽ കൂലി നൽകുക എന്ന മുദ്രാവാക്യം വിളിച്ച് കൂലി വാങ്ങാതെ പോരാൻ നിർദ്ദേശിച്ചു. പിറ്റേ ദിവസം തന്നെ അവർ അങ്ങനെ ചെയ്തു. 5-6 ദിവസം ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ ചില ഭൂ ഉടമകളൊക്കെ മുദ്രപാത്രത്തിൽ കൂലി കൊടുക്കാൻ ആരംഭിച്ചു. ഇനിയും അങ്ങനെ ചെയ്യാതിരുന്ന മുതലാളിമാരെ ഞാനും ചില അയൽവാസികളും കൂടെ പോയി കണ്ട് സംസാരിച്ചു. കള്ള അളവ് പാത്രത്തെപ്പറ്റി പോലീസിൽ അറിയിക്കും എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുപേർ കൂടി അതനുസരിച്ചു. ഇത്തരം സമരരീതി പുന്നപ്ര, പറവൂർ, കളർകോട് മേഖലയിൽ വ്യാപിച്ചു. പള്ളാത്തുരുത്തിയിൽ സമരം ഒന്നുകൂടി ശക്തിപ്പെട്ടു. ജന്മിമാർ ഗുണ്ടകളെ കൂട്ടി തൊഴിലാളികളെ മർദ്ദിച്ചു. തൊഴിലാളികൾ തിരികെ. ഏറ്റുമുട്ടലിൽ തൊഴിലാളികൾ വിജയം വരിച്ചു നിൽക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായി ഞാൻ അവരെ ഒരു ജാഥയായി കിഴക്കോട്ട് കൊണ്ടുപോയി. ചെറുകാലി കായൽ വരമ്പ് വരെ അവിടെ ഇരുത്തി അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഏഴ് തൊഴിലാളികളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതായിരുന്നു തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയന്റെ തുടക്കം. കുട്ടനാട്ടിലേക്ക് പ്രവർത്തനം മാറ്റുന്നതിന് മുമ്പ് തന്നെ ചെത്ത് തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സംഘടനകൾ ഞാൻ രൂപീകരിച്ചിരുന്നു. പായൽ വാരൽ, നിലമൊരുക്കൽ, നടിയിൽ എന്നീ ജോലികൾ സ്ത്രീ തൊഴിലാളികളെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. ഓരോ ജന്മി കുടുംബത്തിനും 15ഓളം ഹരിജൻ കുടുംബങ്ങൾ അവരുടെ ആശ്രിതരായി ഉണ്ടായിരുന്നു. അവർ സംഘടനയിൽ ചേരാതെ തുച്ഛമായ കൂലിക്ക് അടിമകളെ പോലെ ജോലി ചെയ്തു പോന്നു. ജന്മിമാരുടെ പാടവരമ്പത്ത് കുടിൽ കെട്ടി തീർത്തും ശോച്യാവസ്ഥയിലുള്ള ജീവിതം. ഇവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ കാര്യമായി ബുദ്ധിമുട്ടി. കാവാലം, കുന്നുമ്മേൽ എന്നിവിടങ്ങളിൽ ഇത്തരം തൊഴിലാളികൾ എന്നെ ശത്രുവായി കണ്ട് മാറി നിൽക്കുവാൻ തുടങ്ങി. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെയും ഞാൻ സംഘടനയിലേക്ക് എത്തിച്ചു. ജന്മിമാരുടെ ചൂഷണത്തിനെതിരെ, കള്ളക്കണക്കുകൾക്കെതിരെ, കള്ള അളവുപാത്രത്തിനെതിരെ ഓരോ ദിവസവും കളം പിരിയുമ്പോൾ മുഴുവൻ ആനുകൂല്യങ്ങളും തന്നു തീർക്കുക എന്ന മുദ്രാവാക്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ചൂഷണത്തിൽ നിന്നും ഒരു ജനതയെ പുറത്തേക്കുള്ള പാതയിലെത്തിച്ചു.
ശ്രീമൂലമംഗലം കായലിൽ കൊയ്ത്ത് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ കളം പിരിയുന്നതിന് മുമ്പ് മുഴുവൻ ആനുകൂല്യങ്ങളും തന്നു തീർക്കുക എന്ന മുദ്രാവാക്യം വിളിച്ച് സമരം ആരംഭിച്ചു. കർഷക തൊഴിലാളി മേഖലയിലെ ആദ്യ സംഘടിത സമരമായിരുന്നു അത്. പേഷ്കാർ കുടുംബത്തിലെ വൻ കർഷകരുടെയും മുരുക്കനടക്കമുള്ള വൻ പ്രമാണിമാരുടെയും വയലുകളിലായിരുന്നു ആ സമരം. ജന്മിമാർ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് മർദ്ദനം ആരംഭിച്ചു. ഇക്കാര്യങ്ങളിൽ ബോധവൽക്കരിക്കപ്പെട്ടിരുന്ന തൊഴിലാളികൾ പിന്മാറിയില്ല. ഒരു ഭീഷണിയും ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ജന്മികൾ 8-ാം ദിവസം യൂണിയനുമായി ചർച്ചയ്ക്ക് തയ്യാറായി. കാരണം കൊയ്ത നെല്ല് പാടവരമ്പത്ത് കിടക്കുകയായിരുന്നു. ആവശ്യങ്ങൾ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഇഷ്ടം പോലെ നെല്ലും ചുമന്ന് പാടവരമ്പത്തുകൂടി നിരനിരയായി പോകുന്ന തൊഴിലാളികൾ കുട്ടനാടിന്റെ ആദ്യ കാഴ്ചയായി. ഇതോടെ ഞാൻ താമസിക്കുന്ന ചെറുകരയിലെ കുടിലിലേക്ക് യൂണിയൻ അംഗത്വം ചോദിച്ചു വരുന്ന തൊഴിലാളികളുടെ എണ്ണം കൂടി വന്നു. 1945-ൽ കർഷക തൊഴിലാളി യൂണിയന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അക്കാലത്ത് കൊല്ലം, കോട്ടയം ജില്ലകൾ മാത്രമേ ഉള്ളൂ. ആലപ്പുഴ ഉണ്ടായിരുന്നില്ല. തൊഴിലാളികൾ ഉത്തരവാദിത്വ പ്രക്ഷോഭത്തിന്റെ കൂടി ഭാഗമായതിനാൽ ജന്മിമാരുടെ ആവശ്യം മാനിച്ച് സമ്മേളനം കൊല്ലം ജില്ലയിൽ വെച്ച് നടത്തുന്നത് നിരോധിച്ചു. ഉടനെ അധികം അകലെ അല്ലാത്ത കോട്ടയം ജില്ലയിലെ ഒരു പാടവരമ്പത്ത് വെച്ച് വാർഷിക സമ്മേളനം നടത്തി ഞങ്ങൾ പിരിഞ്ഞു. ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ആവശ്യകതയെപ്പറ്റി കർഷകരിൽ അവബോധം സൃഷ്ടിക്കാൻ ഇത്തരം സർ CP ജന്മി നടപടികൾക്ക് കഴിഞ്ഞു. കർഷക തൊഴിലാളികൾ നേടിയ ആ വിജയം സകല തൊഴിൽ മേഖലകളിലും ചലനം സൃഷ്ടിച്ചു. ഉത്തരവാദ പ്രക്ഷോഭം അടിച്ചമർത്താൻ CP നടപടികൾ ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടുപോകാൻ തയ്യാറാകുന്ന കാലമായിരുന്നു അത്. എങ്ങനെയും ഭരണത്തിൽ തുടരാൻ സർ CP പല പണികളും പണിതു നോക്കി. തൊഴിലാളി നേതാക്കളെ ചർച്ചയ്ക്കായി വിളിച്ചു. TV തോമസ് അടക്കമുള്ള നേതാക്കൾ ചർച്ചയിൽ സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ ഒന്നിനും തയ്യാറല്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. തന്റെ കയ്യിൽ പൂർണ്ണാധികാരം നിക്ഷിപ്തമാകുന്ന അമേരിക്കൻ മോഡലായിരുന്നു CPയുടെ സ്വപ്നം. CPയുടെ നിലപാടിനെതിരെ തൊഴിലാളികൾ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കമ്മ്യൂണിസ്റ്റ് നിലപാടിനൊപ്പം ചേർന്നു. ഇതോടെ പട്ടാളം, പോലീസ് ക്യാമ്പുകൾ എന്നിവ കൊണ്ട് ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകൾ നിറഞ്ഞു. നേതാക്കളെ അറസ്റ്റ് ചെയ്യുക, വീടുകളിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുക, തൊഴിലാളി നേതാക്കൾക്കെതിരെ മുർദാബാദ് വിളിപ്പിക്കുക എന്നിങ്ങനെ തീർത്തും ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം CP രാമസ്വാമിയെ അന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആദ്യം PT പന്നൂസ് അന്ന് സെക്രട്ടറിയാണ്. PT പന്നൂസിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം KV പത്രോസാണ് അന്ന് സ്റ്റേറ്റ് പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്തത്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിന് C കേശവനും കുമ്പളത്ത് ശങ്കുപിള്ളയും TM വർഗീസുമാണ് അതിനെ ശക്തിയായിട്ട് എതിർത്തത്. പട്ടംതാണുപിള്ളയാകട്ടെ, പ്രസിഡന്റ് പട്ടംതാണുപിള്ളയാകട്ടെ, അതൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള യോഗങ്ങളിൽ ആദ്യം ഒരു 6-7 ട്രേഡ് യൂണിയൻ സംഘടനകളെ ഒന്നിച്ച് സംയുക്തമായിട്ടുള്ള പ്രതിഷേധം ആലിശ്ശേരി മൈതാനിയിൽ സംഘടിപ്പിച്ചിരുന്നപ്പോൾ അതിന് സ്വാഗതം പറഞ്ഞത് ഞാനാണ്. R സുഗതൻ്റെ അധ്യക്ഷതയില്ല. R സുഗതൻ, സൈമൺ ആശാൻ, KV പത്രോസ്, ശ്രീകണ്ഠൻ നായർ ഇവരെല്ലാം അന്നത്തെ യോഗത്തിൽ പ്രസംഗിച്ചു. ആ യോഗത്തിൽ പ്രസംഗിച്ച് ഓഫീസിലെത്തിയപ്പോഴേക്ക് സുഗതൻ സാറിനെ അറസ്റ്റ് ചെയ്തു. പാർട്ടി ഓഫീസിലെത്തിയപ്പം സൈമൺ ആശാനെ അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവർ പരതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഞാൻ സ്വാഭാവികമായി പോയി വീട്ടിൽ കിടക്കുമ്പം എന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ധാരണ ഇവരെ അറിയിച്ചു വീട്ടിൽ കിടക്കരുതെന്ന്. സുഗതൻ സാറിന്റെയും മറ്റും അറസ്റ്റിൽ പ്രതിഷേധിച്ച് പുന്നപ്രയിൽ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാൻ തുനിയവേ KV പത്രോസിന്റെ കത്തുമായി ഒരു സഖാവെത്തി. ഞാൻ കത്ത് കൊടുത്തുവിടുന്ന സഖാവിന്റെ കൂടെ ഉടനെ കോട്ടയത്തേക്ക് പോവുക. അവിടെ കോട്ടയം ജില്ലാ സെക്രട്ടറി CS ഗോപാലപിള്ളയെ കാണണം. അദ്ദേഹം VSനെ മറ്റൊരിടത്തെത്തിക്കും. അങ്ങനെയാണ് ഞാൻ ആദ്യമായി പൂഞ്ഞാറിലെത്തുന്നത്. അവിടത്തെ കർഷക സംഘത്തിന്റെ നേതാക്കളായിരുന്ന ജോസഫ് തെള്ളി, മാത്യു തെള്ളി എന്നിവരൊക്കെ അറസ്റ്റിലായിരുന്നു. അവിടെ രാത്രികാലങ്ങളിൽ പാർട്ടി ക്ലാസുകളുമൊക്കെയായി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ
തിരികെ ആലപ്പുഴയിലെത്താൻ KV പത്രോസിന്റെ നിർദ്ദേശം ലഭിച്ചു. തിരികെ എത്തിയ എനിക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി. സർ CPയുടെ നിർദ്ദേശമനുസരിച്ച് പട്ടാളവും പോലീസും നരനായാട്ട് നടത്തുകയായിരുന്നു. കാരണമൊന്നുമില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യുക, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക തുടങ്ങിയ ഹീന പ്രവൃത്തികൾക്കെതിരായി ജനരോഷം ആളിക്കത്തുകയായിരുന്നു. ഇതിനെ നേരിടാൻ പാർട്ടി ക്യാമ്പുകൾ സ്ഥാപിച്ച് ആയുധ പരിശീലനം തുടങ്ങിയ സമയത്താണ് ഞാൻ തിരികെ ആലപ്പുഴയിലെത്തുന്നതും ക്യാമ്പുകളിൽ വ്യാപൃതനാകുന്നതും. പാലായിലെ ആശുപത്രിവാസം കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ ഉണ്ടായിരുന്ന പല കേസുകളുടെയും വിചാരണ പൂർത്തിയായിരുന്നു. രാജാവിനെതിരെ പ്രസംഗിച്ചതിനെതിരെയുള്ള ഒരു കേസിൽ എനിക്ക് 1 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. അതുകൊണ്ട് പോലീസ് എന്നെ നേരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. ഇന്ത്യ സ്വതന്ത്രമാകുന്ന 1947 ഓഗസ്റ്റ് 15-ന് ഞാൻ പൂജപ്പുര ജയിലിലായിരുന്നു. 1948-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2ാം പാർട്ടി കോൺഗ്രസ് നടന്നു. ശരിയായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടില്ലെന്ന് പാർട്ടി വിലയിരുത്തി. അതിനായി പോരാടാൻ ആഹ്വാനം ചെയ്ത് പുറത്തുവന്ന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്താക്കി. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തുവന്ന് ഞാൻ ഒളിവിൽ പോയി. – 1952-ൽ ഞാൻ പാർട്ടിയുടെ അമ്പലപ്പുഴ ചേർത്തല ഡിവിഷന്റെ സെക്രട്ടറിയായി. 1956-ൽ തിരുക്കൊച്ചിയോട് മലബാർ കൂടി ചേർത്ത് ഇന്നത്തെ കേരളം ഉണ്ടായപ്പോൾ ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും 9-അംഗ സെക്രട്ടേറിയറ്റ് അംഗവുമായി. 1957-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ വെറും 2 അംഗങ്ങളുടെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്ന ദേവികുളം ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല അഖിലേന്ത്യാ സെക്രട്ടറി അജയ് ഘോഷ് പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി എന്നെ ഏൽപ്പിച്ചു. ഇക്കാരണത്താൽ 1958-ലെ പാർട്ടി കോൺഗ്രസിൽ എനിക്ക് പങ്കെടുക്കാനായില്ല. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദേവികുളത്ത് സഖാവ് റോസമ്മ പുന്നൂസ് ജയിച്ചത് ചരിത്ര സംഭവമായി. എന്നാൽ ഇതിന്റെ പിന്നാലെ പുരോഗമനപരമായ പല നടപടികളുമെടുത്ത് EMS മന്ത്രിസഭയെ നെഹ്റു പിരിച്ചുവിട്ടു. പാർട്ടിയിൽ ആശയ സമരം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസുമായി ചേർന്ന് സഖ്യം രൂപീകരിക്കണമെന്ന ഡാംഗെ ജോഷി നിലപാടുകളോട് യോജിക്കാനാവാതെ 101 അംഗ നാഷണൽ കൌൺസിലിൽ നിന്നും ഞങ്ങൾ 32 പേർ ഇറങ്ങിപ്പോന്നു. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 6 മാസം കഴിഞ്ഞ് വെളിയിൽ വന്ന ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ചു. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ സമരം ചെയ്യുന്നതോടൊപ്പം പാർട്ടിക്കകത്ത് സ്വാഭാവികമായി രൂപപ്പെടുന്ന തെറ്റായ ആശയങ്ങൾക്കെതിരെയും ഞാൻ എക്കാലവും ഉറച്ച സമരത്തിലായിരുന്നു. 1968-ന് ശേഷം ഉണ്ടായ തീവ്ര ഇടത് ചിന്താഗതിക്കെതിരെയും സന്ധിയില്ലാത്ത നിലപാടെടുത്തു. ഇതിനിടയിൽ 1967-ൽ ഞാൻ അസംബ്ലിയിലെത്തി. ആ വർഷം ജൂലൈ മാസത്തിൽ എന്റെ 44-ാം വയസ്സിൽ ആരോഗ്യവകുപ്പിൽ ജീവനക്കാരിയായിരുന്ന വസുമതിയെ ഞാൻ വിവാഹം ചെയ്തു. ഞങ്ങൾക്ക് 2 മക്കളും പിറന്നു, അരുണും ആശയും. ആ നിയമസഭയ്ക്കും അല്പായുസായിരുന്നു. തുടർന്ന് 1970, 91, 2001, 2006, 2011, 2016 എന്നീ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ വിജയിച്ചു. 1980 മുതൽ 12 വർഷക്കാലം ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി. 85-ൽ അത്യുന്നത വേദിയായ പോളിറ്റ് ബ്യൂറോയിലെത്തി. 3 വട്ടം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി. 2006 മെയ് മാസത്തിൽ കേരളത്തിന്റെ 11ാമത് മുഖ്യമന്ത്രിയായി. ആ സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ 2009 ജൂലൈ മാസത്തിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും മാറേണ്ടി വന്നു. അന്യവർഗ നിലപാടുകൾക്കും തെറ്റായ ഗതികൾക്കുമെതിരെ സമരം ചെയ്ത് ശരിയായ പാതയിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കമ്മ്യൂണിസ്റ്റ് നിലപാടിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നത്തെയും പോലെ ഇന്നും ഉള്ളവൻ ഇല്ലാത്തവനെയും ഒരുപക്ഷെ മുഴുവൻ സമൂഹത്തെയും ചൂഷണം ചെയ്യുന്നു. അതിന്റെ രൂപവും ഭാവവും മാറിയിരിക്കുന്നു എന്നേ ഉള്ളൂ. – 1940-കളിൽ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട കൂലി കൊടുക്കാതെ കാണപ്പെട്ട ചൂഷണത്തിന് പകരം ഇന്ന് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കച്ചവടക്കാരുടെ ഒരു ശൃംഖല തന്നെ രൂപം കൊണ്ടിരിക്കുന്നു. ഈ കൂട്ടുകെട്ടിനെ നമ്മൾ ഭൂമാഫിയ, ലോട്ടറി മാഫിയ എന്ന് വേണ്ട,
സെക്സ് റാക്കറ്റ് എന്നിവരെയുള്ള പേരുകളിൽ അറിയാൻ തുടങ്ങി. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിയമവിരുദ്ധമായി കൈയടക്കി വച്ചിരുന്ന മൂന്നാറിലെയും എറണാകുളത്തെയും ധാരാളം ഭൂമി പിടിച്ചെടുത്ത് ഭൂമാഫിയയെ കൈകാര്യം ചെയ്തു. വ്യാജ സിഡിക്കെതിരെ നിയമം ശക്തമാക്കി. ചലച്ചിത്ര നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് ശക്തമായ പിന്തുണ നൽകി. ജനങ്ങളെ കബളിപ്പിച്ച് കോടികൾ തട്ടിയിരുന്ന ലോട്ടറി മാഫിയയെയും തുരത്തി. ഇതിനൊക്കെ മേൽ നെൽകൃഷി ഇല്ലാതാക്കുന്ന വയൽ നികത്തലിനെതിരെ ഞാനും പാർട്ടിയും സന്ധിയില്ലാ സമരം നടത്തി. നെൽകൃഷിയും ചതുപ്പമില്ലാതായാൽ നാടിനുണ്ടാകാവുന്ന ദോഷം അല്പം വൈകിയെങ്കിലും എതിർത്തവർ പോലും മനസ്സിലാക്കി. പല പ്രശ്നങ്ങളിലും അധികാരസ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാരെ വരെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും നേരായ മാർഗത്തിലൂടെ മുന്നേറാൻ പ്രേരിപ്പിച്ചു. ഐസ്ക്രീം പാർലർ, ഇടമലയാർ, ബാർ കോഴ എന്നിവയൊക്കെ പലരുടെയും ഉറക്കം കെടുത്തി. ഒരു മുൻ മന്ത്രിയെ അഴിക്കുള്ളിലാക്കേണ്ടി വന്നു. ഇതൊക്കെ അഴിമതിക്കെതിരായ പോരാട്ടമായിരുന്നു. അല്ലാതെ ആരെയും വ്യക്തിപരമായി ഉന്നം വെച്ച് ചെയ്തതല്ല. സമൂഹത്തെ കാർന്നു തിന്നുന്ന അഴിമതിക്കെതിരെ ഞാൻ എന്റെ അവസാന ശ്വാസം വരെയും പോരാടും. അതിനുള്ള പോരാട്ടമാണ് എന്റെ ജീവിതം. 1946 അവസാന കാലത്ത് പാലായ്ക്കും ഈരാറ്റുപേട്ടയ്ക്കും ഇടയ്ക്കുള്ള ഏതോ ഒരു കുറ്റിക്കാട്ടിൽ അവസാനിക്കേണ്ടതായിരുന്നു എന്റെ ജീവിതം. അവിടെ സമൂഹം കള്ളനാക്കിയ ശുദ്ധ മനസ്സുകാരനായ ആ മനുഷ്യന്റെ വാശിയുടെ സത്ഫലമായിരുന്നു പിന്നീടുണ്ടായ 7 പതിറ്റാണ്ടുകൾ നീണ്ട എന്റെ ജീവിതം. ആ മനുഷ്യനെ എന്റെ ജീവിതത്തിലെ നല്ല കള്ളനെന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാകും?